എറണാകുളം വാഴക്കുളം പര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലിനായി എത്തിയ അഭിഭാഷക കമ്മീഷനെ നാട്ടുകാർ തടഞ്ഞു. വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് അഭിഭാഷക കമ്മീഷൻ എത്തിയത്. 12ാം തവണയാണ് കമ്മീഷൻ എത്തുന്നത്. സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥലം ഒഴിപ്പിക്കാനെത്തിയത്. വിവരങ്ങളുമായി കിരൺകുമാറുണ്ട്. കിരൺ, ഇപ്പോൾ അവിടുത്തെ സംഘർഷാവസ്ഥ മാറിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ പര്യത്ത് കോളനിയിലെ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഈ ജുഡീഷ്യൽ അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തി ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് നാട്ടുകാർ എത്തുകയും ഇവരെ തടയുകയും ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഈ കമ്മീഷനെതിരായിട്ട് നാട്ടുകാരുടെ സമരം ആരംഭിച്ചിരുന്നതാണ്. നേരത്തെ സുപ്രീം കോടതിയുടെ വിധി ഈ കോളനിയിലെ ജനങ്ങൾക്കെതിരായി വന്നതിന് പിന്നാലെ തന്നെ ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നതാണ്. ആ സമയത്ത് തന്നെ ജനങ്ങൾ ഇവിടെ പന്തല് കെട്ടി സമരവും ആരംഭിച്ചിരുന്നു. നേരത്തെ 12 തവണ ഇത്തരത്തിൽ കമ്മീഷൻ ഇവരെത്തുകയും ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്തെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് കമ്മീഷന് നേരെ ഉണ്ടായിട്ടുണ്ടായത്. ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ജനങ്ങൾ ഈ കമ്മീഷന് നേരെ തിരിഞ്ഞ പ്രതിഷേധം നടത്തുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും കമ്മീഷൻ ഈ കോളനിയിൽ എത്തി ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും നാട്ടുകാർ ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഈ അഭിഭാഷക കമ്മീഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയപാലിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. അദ്ദേഹത്തെ ആളുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. കോളനിയിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഇദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നേരത്തെ സമരക്കാരുമായിട്ട് വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്ക് അടക്കം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്നും മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നടക്കമുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള ഒരു ആരോപണമാണ് നേരത്തെ നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഈ അഭിഭാഷക കമ്മീഷൻ ഉന്നയിക്കുകയുണ്ടായി. ഈ ഇത്തരത്തിൽ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനായിട്ട് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കമ്മീഷന്റെ പ്രവർത്തികളിലേക്ക് കടക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ കമ്മീഷൻ മുന്നോട്ട് ഒരു ആരോപണമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് വെച്ച. ഏതായാലും പരാതിയായിട്ട് മുന്നോട്ട് വെച്ച. ഏതായാലും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏഴ് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നത്. ഈ ാണ് ഇതിന്റെ ആരംഭം ഉണ്ടാകുന്നത്. പിന്നീട് ഈ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുകയും കുടുംബങ്ങളെ ഒഴിപ്പിക്കാനായിട്ടുള്ള വിധിയും നേടിയിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഈ വിധി നടപ്പിലാക്കാൻ വേണ്ടി അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുന്നതടക്കം കാര്യങ്ങൾ കടന്നത്. ദൃശ്യം കിരൺകുമാറാണ് നിന്ന് വിവരങ്ങൾ നൽകിയത്. വാഴക്കുളം പര്യത്തുകാവിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനായി എത്തിയ അഭിഭാഷക കമ്മീഷനെയാണ് നാട്ടുകാർ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. 12ാം തവണയാണ് കമ്മീഷനെ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു വയ്ക്കുന്നത്.